2023 ജൂൺ 10. ആ ദിവസം ഞെട്ടലോടെ മാത്രമേ ഓമനയമ്മ എന്ന റിട്ടയർഡ് ദേവയ്ക്ക് ഓർക്കാനാകൂ. ഞാൻ ഒറ്റയ്ക്കുള്ളതെന്ന് അറിയാവുന്ന ഒരാളാണെന്നാണ് പിന്നെ അറിഞ്ഞത്. അപ്പം ഇവിടെ കയറിയപ്പം സംസാരം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾ ഒന്നിലധികം ആളുണ്ടെന്നുള്ള സംശയത്തിൽ അയാൾ കയറി ആ കട്ടിലിൻ്റെ കീഴിൽ കിടന്നു. അപ്പുറത്തെ ഞാൻ കിടക്കുന്ന കട്ടിലോട്ട് ഫോണിങ്ങനെ കൊണ്ടുവച്ചതും എനിക്ക് തോന്നി മറ്റേ കട്ടിൻ്റെ കീഴിൽ ആരോ കിടക്കുന്നത്. ഞാൻ തന്നെ പെട്ടെന്ന് ഇറങ്ങി. എനിക്ക് കാലല്ലാതെ തന്നെ സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, ഓടി ഒന്ന് എന്നെ അങ്ങ് തള്ളി. ഞാൻ അവിടെ ഇടിച്ചങ്ങ് ഇരുന്ന് അങ്ങനെ പൊട്ടലുണ്ടെന്നൊക്കെ പിന്നെയാണ് അറിഞ്ഞത്. അമ്മയുടെ ക്യാൻസർ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് കള്ളൻ കവർന്നത് 7 പവൻ സ്വർണ്ണാഭരണങ്ങളും 7,000 രൂപയും. ആക്രമണത്തിന് ശേഷം 2 മണിക്കൂറോളം ഓമനയമ്മ ആരോരും ആശ്രയമില്ലാതെ കിടന്നു. പിന്നീട് ശസ്ത്രക്രിയ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ 2 മാസം. ആദ്യമേ ഒന്ന് മാലയിൽ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, അമ്മയെ ചികിത്സിക്കാനാണ്. കയ്യിൽ 2 വള കിടന്ന് ഒരെണ്ണം ഇങ്ങനെ ഊരി ഒന്ന് താഴെ വീണുപോയി. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല അവന്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഫോൺ തട്ടിയിട്ട് അങ്ങ് എടുത്ത് കളഞ്ഞു, ആരെയും വിളിക്കാതിരിക്കാനേ. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പോലീസ് പിടികൂടി. ഇയാൾ ഇപ്പോൾ ജയിലിലാണ്. എങ്കിലും ആ മോഷണത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തിയായിട്ടില്ല ഓമനയമ്മ. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.